യൂത്ത് കോൺഗ്രസിലെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് സംബന്ധിച്ച ആരോപണം അന്വേഷിക്കാനായിട്ട് അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അതായത് വയനാട് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ നടന്ന വളരെ വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് നാടകത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വലിയ തോതിൽ അബിൻ വർക്കി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗം തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് പുറത്തുവന്ന ഒരു വിവരമായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധി പിരിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ തോതിലുള്ള ആരോപണം. ഈ ദുരിതാശ്വാസ നിധിയിൽ വ്യാജമായ രീതിയിൽ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വിഷയങ്ങളും പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസ് ആയിരുന്നു. ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൈരളിയുടെയും തെറ്റായ നീക്കങ്ങളാണ് അല്ലെങ്കിൽ തെറ്റായ ഇല്ലാക്കഥകളാണ് ഈ പ്രചരിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉണ്ടായതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഇതിനെ സമ്മതിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്താനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ് ഇന്ന് ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ നിധിയുടെ പേരിൽ തട്ടിപ്പ് നാടകങ്ങൾ അരങ്ങേറിയത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില ഉന്നത നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിലും വലിയ തോതിലുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇതിനിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടൻ തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി അല്ലെങ്കിൽ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പത്രപ്രസ്താവനകളും സ്റ്റേറ്റ്മെന്റുകളും എല്ലാം ഇറക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള കാർമേയങ്ങൾ ഉരുണ്ടുകൂടുകയും തമ്മിൽ തല്ലും ഗ്രൂപ്പ് വഴക്കും കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് നേതൃത്വത്തിൽ നിന്ന് വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടായത്. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നുള്ള തരത്തിലുള്ള പ്രഷർ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായതോടുകൂടി തന്നെയാണ് ഇപ്പോൾ നടപടിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏത് അന്വേഷണ കമ്മീഷൻ നിങ്ങളിൽ അന്വേഷണം നടത്തിയാലും കാര്യമായ മുന്നോട്ട് പോക്കൊന്നും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ സുതാര്യമായ രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇതിന് കാരണമായി മാറുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനു മുമ്പ് നിയോഗിച്ച പല അന്വേഷണ കമ്മീഷനുകളുടെയും അവസ്ഥ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പല ഇടപാടുകളെക്കുറിച്ചും വ്യക്തമായ ബോധ്യം വന്നിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിലാണ് ഇതിലൊന്നും വലിയ കഴമ്പില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അടുത്തിടെ തൃശ്ശൂരിലെ കെ മുരളീധരന്റെ ദയനീയ പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ടി സിദ്ദിഖൊക്കെ അധ്യക്ഷനായ ഒരു 3 അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ഇവർ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുവെങ്കിലും യാതൊരുവിധ ആക്ഷനും അവിടെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഓരോ സമയത്തും ഓരോ സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡുണ്ടായ കോൺഗ്രസിലെ തമ്മിൽ തല്ല് സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുവാൻ ഇത്തരത്തിലുള്ള കമ്മീഷനെ ഈ അടുത്ത കാലത്ത് നിയോഗിച്ചിരുന്നു. ഇവരുടെയും അന്വേഷണ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും നേതൃത്വത്തിലേക്ക് എത്തിയെങ്കിലും യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അതോടൊപ്പം ഇതിനിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു വയനാട്ടിലെ നേതൃ ക്യാമ്പുമായി ബന്ധപ്പെട്ട് മിഷൻ 2025 എന്നതിന്റെ മിഷൻ 2025 പ്രോജക്ടിന്റെ കൺവീനറായി വി.ഡി. സതീശനെ അടക്കം നിയോഗിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടന്ന ചർച്ചകളും മറ്റും കോൺഗ്രസിനുള്ളിലെ പല വാർത്തകളും ചോർത്തി നൽകുന്ന ഒരു വലിയ വിഭാഗത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഇതിന്റെയും അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അതിൽ തുടർ നടപടികളോ മറ്റ് അന്വേഷണത്തിൽ തീർപ്പോ ഉണ്ടാകുന്നതായി ഇന്ന് വരെ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടും വലിയ തോതിൽ യാതൊരുവിധ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടും മുന്നോട്ട് പോകില്ല എന്ന് തന്നെ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ തുറന്നു സമ്മതിക്കുന്ന കാര്യമാണ്. കാരണം പല ആളുകൾക്കിടയിലും ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളാണെന്ന് ആദ്യം പറയാൻ ശ്രമിച്ചു എങ്കിലും സംഭവത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് അബിൻ വർക്കിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ഏതായാലും അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ, കുറ്റക്കാരെ കണ്ടെത്തുകയൊക്കെ ചെയ്യട്ടെ, എന്താക്കാൻ നല്ല കാര്യം തന്നെയാണ്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കരിമുട്ടികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കരടുകളെ എടുത്തു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ UDF-കാരെ കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും.